സ്ഥിരമായിട്ട് കഫക്കെട്ടാണ്. എൻ്റെ കുട്ടിക്ക് ഒരു മാസത്തിൽ 2 തവണയെങ്കിലും കഫക്കെട്ട് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഡോക്ടറെ കഫക്കെട്ട് മാറുന്നില്ല. ഒരാഴ്ചയായി, ഒരു മാസമായി തുടങ്ങിയിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. കുറേ വീട്ടിൽ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് മാറുന്നില്ല ഡോക്ടറെ, ഇതിനി മാറാതെ പോവോ, എൻ്റെ കുട്ടി എന്നൊരു രോഗിയായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കുള്ള വീഡിയോ ആണ് ഇത്. സ്ഥിരമായിട്ട് കഫക്കെട്ട് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നമ്മൾ എന്തൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് കഫക്കെട്ട് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത്, എന്തൊക്കെ ഒറ്റമൂലികളാണ് ഇതിനെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് നോക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ സ്ഥിരമായിട്ട് കഫക്കെട്ടാണ്, എന്തൊക്കെ നോക്കിയിട്ട് മാറുന്നില്ല എന്ന് പറയുന്നവരോട് ആദ്യം പറയാനുള്ളത്, എന്താണ് ശരിക്കും കഫക്കെട്ടിനുള്ള കാരണങ്ങൾ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കാരണം കണ്ടെത്താതെ ജസ്റ്റ് ആ ഒരു വരുന്ന കഫക്കെട്ടിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ജലദോഷം വരികയാണ്, ആൾക്ക് മൂക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ശ്വാസമുട്ട് വരുന്നുണ്ട്, അല്പം മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, വീണ്ടും അടുത്ത മാസം വരുന്നു, വീണ്ടും മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, ചിലപ്പോൾ കുറേ കാലം നിൽക്കുന്നു, വീണ്ടും മാറുന്നു. ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബേസിക് ആയിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. ഇപ്പം പറയാറുണ്ട് ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട്, എങ്കിൽ പോലും അതിൽ ബേസിക്കായിട്ട് അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുകയാണെങ്കിൽ, പരമപ്രധാനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഡയറ്റാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ആരോഗ്യപരമാണ് എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, ഞാൻ ചോറ് കഴിക്കാറുണ്ട്, ഞാൻ കറി കഴിക്കാറുണ്ട്, ഉപ്പേരി കഴിക്കാറുണ്ട്, ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്, ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് എന്ന് പറയുന്ന പലരുമുണ്ട്. പക്ഷെ അവരുടെ ഡയറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു വലിയ ശതമാനം ചോറും, അതിൽ വളരെ കുറച്ച് ഉപ്പേരിയും, വളരെ കുറച്ച് കറിയും, ഒരു വലിയ കഷ്ണം മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ തന്നെ നമ്മൾ കുട്ടികളെ ബുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് പറയുക. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ നില കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് എപ്പോഴും മറ്റുള്ള പുറത്തു നിന്നുള്ള ഹാനികരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് പ്രതിരോധം തരുന്ന ഭക്ഷണങ്ങളാണ് ശരിക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇത് വളരെ കുറവായിരിക്കും അവരുടെ ഡയറ്റിൽ ഉണ്ടാവുക. ഇപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, അവരുടെ ഉമ്മമാർ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ എന്തൊക്കെ ചെയ്താലും ഈ കുട്ടി പച്ചക്കറി കഴിക്കില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും പച്ചക്കറി കഴിക്കില്ല, അവസാനം പിന്നെ കഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക എന്നല്ലാതെ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോവാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനത്തെ കേസസിൽ കുറച്ചു കാലം ഓക്കെ, പക്ഷേ ഒരു ലോങ് റണ്ണിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള രോഗപ്രതിരോധ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പല രീതിയിലുള്ള വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മളുടെ ശരീരത്തിൽ എത്തേണ്ട കുറേ മിനറൽസ് ഉണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഹോർമോണൽ ബാലൻസ് വരെ പ്രശ്നം വരുന്ന അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ നല്ല രീതിയിൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പച്ചക്കറിയും ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ മറ്റൊന്നാണ് ഇറച്ചി, മീൻ, മുട്ട. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ ആ ഒരു പാകത്തിന് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എല്ലാം പൊരിച്ച് കരിച്ച് കഴിക്കുക എന്നുള്ളത് ആ ഒരു രീതിയിൽ നിന്ന് മാറി അതിനെ ഒന്നെങ്കിൽ വേവിക്കുക അല്ലെങ്കിൽ കറിയാക്കിയിട്ട് കഴിക്കുക. വല്ലാണ്ട് ആ ഒരു എണ്ണയിലിട്ട് അതിനെ പൊരിക്കുമ്പോൾ അതിൻ്റെ ഒരു കാലറി ഡിഫറൻസസും അതേപോലെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് കാണുന്ന ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്, അവരുടെ ഭക്ഷണ രീതിയാണ്. 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ അതായത് ആ ഒരു പ്രതിരോധ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ് ഡോക്ടറെ, അലർജിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് വരാറുള്ളത്. അതേപോലെ അവർക്ക് ഒരുപാട് കാലമായിട്ട് അവർ നിൽക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയറമെൻ്റ് അല്ല, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ചുറ്റോറും ഒരുപാട് അണുക്കളുള്ള ഒരു ഏരിയയാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഇവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്.
അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളെല്ലാവരും വെയിൽ എക്സ്പോഷർ വളരെ കുറവാണ്, സൂര്യനോടുള്ള എക്സ്പോഷർ വളരെ കുറവാണ്. ഒന്നെങ്കിൽ കറുക്കുക എന്നുള്ള ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാക്സിമം വെയിൽ കൊള്ളാതിരിക്കും. നീരിറക്കമാണ്, എനിക്ക് കഴിയില്ല വെയിൽ കൊണ്ടാൽ ഭയങ്കര പെട്ടെന്ന് തലവേദന വരും, നീരിറക്കം വരും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ മുന്നേ പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ വിറ്റാമിൻ ഡിൻ്റെ കുറവാണ്. അത് വെയിലിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 11 മണി മുതൽ 3 മണിക്കിടയിലുള്ള ആ ഒരു വെയിൽ, അത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ കൊള്ളുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പഠനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, ഇങ്ങനെ വിറ്റാമിൻ ഡി കുറയുന്ന ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്, അതേപോലെ അവർക്ക് കൂടെ പല രീതിയിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് ഉറക്കമില്ലായ്മയാണ്. അതേപോലെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ശരീരത്തിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പ്രത്യേകമായിട്ട് വെള്ളം തീരെ കുടിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നന്നായിട്ട് വെയിലിനോട് എക്സ്പോഷർ ഉള്ള ആളുകൾ, അവർക്ക് വെള്ളം കറക്റ്റായിട്ട് അവരുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ വീട്ടിൽ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ എപ്പോഴും നമ്മളെ കംഫർട്ട് എങ്ങനെയാണ്, നമ്മളുടെ ബെഡ്റൂം എപ്പോഴും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആകുമ്പോഴാണ്. പക്ഷേ ഇത് ആക്ച്വലി ഭയങ്കരമായിട്ടുള്ളൊരു അബദ്ധമാണ്. നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആ ബാത്റൂമിലുള്ള അണുബാധകൾ നമ്മളുടെ റൂമിലേക്ക് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ആ ഒരു എക്സ്പോഷർ, എയർ എക്സ്പോഷർ ഉണ്ട് അവിടെ. അതേപോലെ നമ്മൾ ആ ഒരു റൂമിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ബെഡിൽ കയറുമ്പോഴുള്ള എക്സ്പോഷേഴ്സ് വേറെയുണ്ട്. ഒരുപാട് രീതിയിലുള്ള ജേംസിൽ നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ രാത്രി ഫുള്ള്, അതായത് നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ നിൽക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ രാത്രി മുതൽ രാവിലെ വരെ ഉറങ്ങുക എന്ന് പറയുന്നത് ഏകദേശം 8 മണിക്കൂർ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ മാത്രം നമ്മൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിൽക്കുകയാണ്. ആ ഒരു എയറിനോട് മാത്രമേ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ ഓഫീസിൽ വർക്കിലൊക്കെ വരുന്ന സമയത്ത് നമ്മളുണ്ട്, പക്ഷേ എങ്കിൽ പോലും ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലുള്ള എയർ, അത്രയും ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന റൂമിൽ ആ ഒരു എയർ കിട്ടുന്നത് നമ്മളുടെ ബെഡ്റൂമിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ കൂടെ കഫക്കെട്ടുള്ള ആളുകൾ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമിൽ കിടക്കുന്ന ആളുകൾക്ക് പൊതുവെ അത് കൂടെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ അവർ ആ റൂമിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു ശതമാനം വരെ അവർക്ക് ആ ഒരു എക്സ്പോഷറിൽ നിന്ന് മാറ്റം വരുമ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഒരു ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് കുറയുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കാണിക്കുന്ന ആനമണ്ടത്തരങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മളുടെ കിച്ചൺ ക്ലീൻ ആക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പലപ്പോഴായിട്ട് നമ്മളുടെ സിങ്കുകളിൽ പല മോൾഡ് ഉണ്ടാകും, അതായത് പല രീതിയിലുള്ള പൂപ്പൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പാത്രങ്ങളിൽ പൂപ്പൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് കഴുകാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രതിരോധ ശേഷിനെ അവിടെ അത് ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാത്തിനും ഒരേ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡും, അതേപോലെ ഇറച്ചി, മീൻ അത്തരത്തിലുള്ള സാധനം കട്ട് ചെയ്യാൻ, മീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നതാണ്. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മീറ്റ്, അതായത് ഈ ഒരു ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അതിൽ നല്ല വര വീഴുന്നുണ്ട് ശരിക്കും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡിൽ. ഇതിൻ്റെ അകത്തുള്ള എന്തായാലും ഒരു എമൗണ്ട് ആ ഒരു വരയിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ എങ്ങനെയൊക്കെ കഴുകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എങ്ങനെയൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗറൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്ത് കിട്ടാൻ കുറച്ച് പണിയാണ്. നേരെ മറിച്ച് അതൊരു മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് മേലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഒരു സർഫേസിനെ ക്ലീൻ ചെയ്തെടുക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രണ്ട് രീതിയിൽ ഇത് ശരിക്കും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കട്ട് ചെയ്യാൻ വേറെ തന്നെ ഒരു കട്ടിംഗ് ബോർഡ് വെക്കുക. അതേപോലെ ഈ ഒരു ഇറച്ചിനെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വേറൊരു കട്ടിംഗ് ബോർഡ് വെക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതേപോലെ തുരുമ്പ് പിടിക്കാത്ത കത്തികൾ ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മറ്റേ ഇരുമ്പ് കത്തി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തുരുമ്പില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് കയറ്റി വെക്കുന്ന കാര്യമാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്,
നല്ല ചൂടുള്ള ഭക്ഷണം പെട്ടെന്ന് അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് വരുത്തുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പാടുള്ളതല്ല. അതേപോലെ നമ്മൾ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് വല്ലാണ്ട് പൂപ്പലില്ലാത്ത അല്ലെങ്കിൽ നനവില്ലാത്ത കണ്ടെയ്നേഴ്സിൽ, അല്ലെങ്കിൽ അതേപോലെ ആ ഒരു ഏരിയയിൽ വല്ലാണ്ട് മഴ തട്ടുന്ന അല്ലെങ്കിൽ നനവ് തട്ടുന്ന ഒരു ഭാഗത്തല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇത്തരത്തിൽ ഈ ഒരു കണ്ടെയ്നേഴ്സിലൊക്കെ പൂപ്പൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളിത് അറിയുക പോലുമില്ല, ചില പൊടികളൊക്കെ നമ്മൾ അറിയുക പോലുമില്ല ഇതിൽ പൂപ്പൽ വന്നിട്ടുണ്ട്, അതെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്, ഒരു പ്രതിരോധ രീതി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും നമുക്ക് കൂടെ ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആകുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഓൾറെഡി നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞു, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കല്ലുപ്പ് കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. കല്ലുപ്പ് എന്തിനാണ് കൊണ്ടുവന്ന് വെക്കണത്? നെഗറ്റീവ് എനർജീനെ വലിച്ചെടുക്കാനാണോ എന്നായിരിക്കും അടുത്ത ചോദ്യം. നെഗറ്റീവ് എനർജി എന്നുള്ളതല്ല, അതിൽ മെയിനായിട്ട് പറയാനുള്ളത് കല്ലുപ്പിന് എന്താണെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ്, അതായത് നമ്മളുടെ എയറിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ എയറിൽ എന്തെങ്കിലും നമുക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ റൂമിൽ പൂപ്പലുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പൂപ്പ് പിടിച്ച സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൂപ്പലിൻ്റെ ഒരു ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഒരു പ്യൂരിഫൈഡ് എയർ ഉള്ള ഒരു ഭാഗം, അതായത് നല്ല വൃത്തിയുള്ള എയർ സർക്കുലേഷനുള്ള ഒരു റൂമിലാണ് നിങ്ങൾ കല്ലുപ്പ് കൊണ്ടുവന്ന് ഈ ഒരു കല്ലുപ്പ് വെക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള തുമ്മൽ വരാനോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് അവിടെ വളരെയേറെ കുറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ട് പോലും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല എന്നൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് മരുന്നെടുക്കേണ്ടതാണ്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തലത്തിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആസ് എ ഹോൾ, നമ്മളൊരിക്കലും നമുക്കൊരു മനുഷ്യ ശരീരത്തിന് ഒരു കാറിൻ്റെ എൻജിനെ പാർട്സ് ആക്കിയിട്ട് എടുത്ത് ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളാണ്, നിങ്ങളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്റ്റഡ് ആണ്, ശാരീരികമായിട്ട് ഏതൊരു അവസ്ഥേനും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ഇതിനെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും എല്ലാം നടത്തി ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് രോഗികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഡോക്ടർ എന്നെക്കൊണ്ട് കഴിയില്ല, ഇതെൻ്റെ അവസാനമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു കാരണം കൊണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.